ഹായ് ഹലോ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തകർത്ത് കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബാലക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ചെറിയൊരു ഫംഗ്ഷനും പിന്നെ ഫുഡ് അടിയും കേക്ക് കട്ടിങ്ങും അങ്ങനെ അങ്ങ് പോകുന്ന ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ വന്ന് കയറി ഉടനെ ഞാൻ കുക്കിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ. മഞ്ഞ ഹൈക്കുട്ടനും ജയക്കുട്ടനും കൂടെ ചേർന്നിട്ടൊക്കെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു തട്ടിക്കൂടി ഡെക്കറേഷനും പിന്നെ നമുക്ക് ഹൈലൈറ്റ് ഫുഡ് അടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഈവനിങ് ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രൈ സൈഡിലായിക്കൊണ്ടിരിക്കുക, ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പൊറോട്ട വരുന്ന വഴിക്ക് നമ്മുടെ ഇവിടെയുള്ള അടുത്തുള്ള കട ഞാൻ മുന്നേ വ്ളോഗിലേക്ക് കാണിച്ചിട്ടുള്ള അവിടെ നിന്ന് ഞാൻ പൊറോട്ട മേടിച്ചിട്ട് വന്നു. പൊറോട്ടയൊന്നും ഉണ്ടാക്കാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചാൽ ഈ വൈകുന്നേരം വന്നിട്ട് ഈ സമയം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ടയേർഡായിട്ട് പൊറോട്ട അടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ. അങ്ങനെ എന്തായാലും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി. ബാലമോള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം മാമന്മാരും പിന്നെ അപ്പൂപ്പനും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് തുള്ളിച്ചാടി നടക്കുകയാണ് ബർത്ത്ഡേക്കാരി. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എന്താ മുടി കൊമ്പൊക്കെ കെട്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ നേരത്തുള്ള ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കണമല്ലോ. അങ്ങനെ എന്തായാലും ചിക്കനൊക്കെ ഒരു സൈഡിൽ റെഡിയായി കേട്ടോ. അപ്പം ഞാൻ ഇളക്കി കൈ കഴിച്ചപ്പോൾ അമ്മ വന്ന് ഇളക്കി തന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അതങ്ങ് നേരത്തേക്ക് തിന്നു. അതൊക്കെ നോക്കി നമ്മൾ ക്ഷമയോടെ എങ്ങനെ കാത്തിരിക്കാനാണ്. അങ്ങനെ എന്തായാലും സൈഡിൽ ഫ്രൈ 2 സെക്ഷനായിട്ട് ഞാൻ വറുത്തെടുത്തു. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല അടിപൊളിയായി ഫ്രൈ ഒക്കെ നല്ല സെറ്റായി. ഇനി അടുത്ത കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് ബാലുവിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ച് പൊളിച്ചൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ചേച്ചിയെ കൊണ്ട് ചെയ്യിച്ചേ. നല്ല സൂപ്പർ എമ്മി ടേസ്റ്റി മാംഗോയുടെ ഫ്ലേവർ വരുന്ന കേക്കായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഒരുവിധം കേക്ക് അത്ര പ്രിയപ്പെട്ട സാധനമല്ല, പക്ഷേ എനിക്ക് ഈ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞൊരു കേക്കും കൂടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡിയായി. അങ്ങനെ ബാലുവിനും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്ത ശേഷം പിന്നെ മാമനും മാമിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കുന്നുണ്ട് സൂപ്പറാണ് അമ്മ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ ബാലു. അങ്ങനെ എല്ലാവരെയും ഫുഡ് കഴിപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാനൊന്ന് ഫ്രഷ് ആവണം, കാരണം ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല. വന്ന ഉടനെ കുക്കിങ്ങിലേക്ക് അങ്ങ് കയറിയതായിരുന്നു. അങ്ങനെ പോയി ഒന്ന് റെഡിയായി ഫ്രഷ് ആയിട്ട് വന്ന് ഞാനും അത്താഴം കഴിച്ച് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരു വെട്ടങ്ങ് വെട്ടി. അപ്പോൾ വിശന്നിരിക്കുകയായിരുന്നു. നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് നേരെ അങ്ങ് കിച്ചണിലേക്ക് കയറി കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പായിരിക്കുമല്ലോ. അങ്ങനെ എന്തായാലും ഈ വർഷത്തെ 2 പേരുടെയും ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇതോടുകൂടി സമാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.